തിരുവനന്തപുരം ജവഹർ നഗറിലെ ആഡംബര വീട് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനും തിരുവനന്തപുരം DCC അംഗവുമായ അനന്തപുരി മണികണ്ഠൻ അറസ്റ്റിൽ. പുലർച്ചെ ബംഗളൂരുവിലെ ഹോട്ടലിൽ നിന്ന് മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി വനിതയുടെ തിരുവനന്തപുരത്തെ ഭൂമി മണികണ്ഠനും കൂട്ടാളികളും ചേർന്ന് വ്യാജ പ്രമാണമുണ്ടാക്കി വിൽപ്പന നടത്തിയെന്നാണ് കേസ്. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ കേസിലെ, ഈ ഭൂമി തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരനാണ് അനന്തപുരി മണികണ്ഠൻ. ഇയാൾ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒളിവിൽ സംഭവത്തിന് ശേഷം, അതായത് നേരത്തെ 4 പേരെ, ഒരു യുവതിയടക്കം 4 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്നാണ് ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസിന് ലഭിക്കുന്നത്. കൂടുതൽ പേർ കേസുമായി ബന്ധപ്പെട്ട് ഇനി അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി വ്യാജമായി രജിസ്റ്റർ ചെയ്യാൻ സഹായം ചെയ്ത് നൽകിയവരിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു തരത്തിലും ആർക്കും ഒരു അസ്വാഭാവികതകളും തോന്നാത്ത തരത്തിൽ വളരെ കൃത്യമായി ഈ നടപടികൾ എങ്ങനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അവിടെ ഈ ഏതാനും തട്ടിപ്പിൽ ഉൾപ്പെട്ട ആളുകൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 4 പേർക്ക് പുറമെ മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വഴിവിട്ട സഹായവും ലഭിച്ചിട്ടുണ്ടാകാമെന്നൊരു സംശയം പോലീസിനുണ്ട്. മാത്രമല്ല, ഈ ജവഹർ നഗറിലെ ഒരു വീട് ഇങ്ങനെ തട്ടിയെടുത്തതിന് പുറമെ തലസ്ഥാനത്ത് ആൾതാമസമില്ലാതെ എന്നാൽ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന അത്തരത്തിലുള്ള സമാനമായ നിരവധി വീടുകളുണ്ട്. ജവഹർ നഗറിൽ തന്നെ മറ്റ് നിരവധി വീടുകൾ ഇങ്ങനെയുണ്ട്. അങ്ങനെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് ഇവർ നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധന കൂടി നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ, ഈ അനന്തപുരി മണികണ്ഠൻ ഒഴികെയുള്ളവർ ഈ ഒരു സംഭവത്തിലാണ് നേരിട്ട് ഉൾപ്പെട്ടിരിക്കുന്നത്. പക്ഷേ മണികണ്ഠന് ഈ ആധാരമെഴുത്തുമായി ബന്ധപ്പെട്ടുമൊക്കെ കൃത്യമായ ഗ്രാഹ്യമുള്ളൊരു വ്യക്തിയായതിനാൽ മറ്റേതെങ്കിലും തരത്തിൽ സമാനമായ തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാത്രിയോടെ മണികണ്ഠനെ തലസ്ഥാനത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. നാളെ കോടതിയിൽ ഹാജരാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ നീക്കങ്ങൾ. എന്തായാലും ഒരു വലിയ തട്ടിപ്പിൻ്റെ കേസുമായി ബന്ധപ്പെട്ട പോലീസ് തുടങ്ങിയ അന്വേഷണമാണ് ഒടുവിൽ അനന്തപുരി മണികണ്ഠനിൽ എത്തി നിൽക്കുകയും അനന്തപുരി മണികണ്ഠൻ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ബംഗളൂരുവിലേക്ക് കടക്കുകയും ചെയ്ത് ബംഗളൂരുവിലെ ഹോട്ടൽ മുറിയിൽ നിന്നാണ് ഇന്ന് പുലർച്ചെ ഇയാൾ അറസ്റ്റിലായതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഡാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ മുഖ്യ സൂത്രധാരനാണ് അനന്തപുരി മണികണ്ഠൻ. ഇയാളെപ്പോലെ കൂടുതൽ ഉന്നതർക്ക് ഈ കേസിൽ പങ്കുണ്ടോ? അതോടൊപ്പം അറിയേണ്ടത്, ഇവിടെ ഈ ഒരു അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ തിരുവനന്തപുരം സ്വദേശിനിയുടെ ആഡംബര വീടും കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളുമാണ് ഇയാൾ തട്ടിയെടുത്തത്. ഇതുകൂടാതെ കൂടുതൽ തട്ടിപ്പുകൾ, ഇതുപോലുള്ള ഭൂമി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? അങ്ങനെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വഴിയിലേക്ക് കൂടി അന്വേഷണം നേടുന്നത്. ഈ ആഡംബര വസതി ഏതാണ്ട് 10 മുറികളിലധികം ഉള്ള ജവഹർ നഗറിലെ ഒരു കണ്ണായ സ്ഥലത്താണ് ഈ വസതി. ഏതാണ്ട് 14 സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടിയാണ്. ഏതാണ്ട് കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ്. അതാണ് 1.5 കോടി രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റതായി ഇവർ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യം അറസ്റ്റിലായ മെറിൻ ജേക്കബ്, ഡോറ അസറിയ ക്രിപ്റ്റൻ എന്ന ഈ യഥാർത്ഥ വീട്ടുടമയുടെ, അവർ ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്, അവരുടെ കൊച്ചുമകളാണെന്നും അത് ഇഷ്ടദാനം നൽകിയതാണ് എന്ന തരത്തിൽ പ്രമാണം വ്യാജമായി നിർമ്മിച്ചായിരുന്നു ഈ കച്ചവടത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തത്. അതാണ് ഒടുവിൽ ഈ ഭൂമി, അതായത് ഇതുമായി ബന്ധപ്പെട്ട കരം കെട്ടിയ രസീത് ഉൾപ്പെടെ മറ്റൊരാവശ്യത്തിനായി ഇതുമായി ബന്ധപ്പെട്ട രസീത് തപ്പുന്നതിനിടയിലാണ് ഈ വീടിൻ്റെ യഥാർത്ഥ അവകാശിക്ക് വീട് നഷ്ടമായിരിക്കുന്നുവെന്നും അത് കൃത്യമായി ഇവർ ആരും അറിയാത്ത വ്യാജ പ്രമാണം ഉണ്ടാക്കി തട്ടിയെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഡോറയുടെ സുഹൃത്തുക്കൾ അറിയുന്നത്. അങ്ങനെയാണത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തുകയും പിന്നീട് വിശദമായ അന്വേഷണം നടത്തുകയുമൊക്കെ ചെയ്തത്. നിലവിൽ ഈ 1.5 കോടിയുടെ വസതിയുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പിൽ ഈ അനന്തപുരി മണികണ്ഠനാണ് മുഖ്യ കണ്ണി എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും, അതായത് രേഖകൾ വ്യാജമായി നിർമ്മിക്കുന്ന ഉൾപ്പെടെയുള്ള ഇടപാടുകൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത് അനന്തപുരി മണികണ്ഠനാണ്. അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ ആർക്കാണ് ഇതിൽ പങ്ക് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഡാൻ, നിലവിൽ മണികണ്ഠൻ ഉൾപ്പെടെ 5 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. മണികണ്ഠൻ്റെ സഹോദരൻ ഈ കേസിൽ പങ്കുണ്ട്. ഇത് എങ്ങനെയായിരുന്നു ഈ കേസിൻ്റെ ഈ ഭൂമി തട്ടിപ്പിൻ്റെ ഒരു ആസൂത്രണം? ഇത് പ്രധാനപ്പെട്ട സൂത്രധാരൻ അനന്തപുരി മണികണ്ഠനാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതുപോലെ
വിദേശത്തുള്ള അതായത് പ്രവാസികളായിട്ടുള്ള പലരുടെയും വീടുകൾ നോക്കി വയ്ക്കുന്നു, അങ്ങനെ ഭൂമി തട്ടിപ്പ് നടത്തുന്നു. ഇതിൽ വ്യാജ പല തിരിച്ചറി കാർഡുകളടക്കം ഇവർ തരപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനായി ഇവരെ സഹായിച്ച വ്യാജ തിരിച്ചറി കാർഡുകളൊക്കെ തരപ്പെടുത്തി നൽകിയ, അതോടൊപ്പം ആധാരം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വലിയ ക്രമക്കേട്, അതിന് പിന്നിലൊക്കെ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടോ? അതിന് രജിസ്റ്റർ ഓഫീസിലെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ? ആ തലങ്ങളിലേക്കൊക്കെ അന്വേഷണം നീങ്ങുമോ ഇനി? അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അന്വേഷണം ആ ദിശയിലാണ് ഇപ്പോൾ നീളുന്നത്. ഈ ഭൂമി കരം കെട്ടുന്നതുമായി ബന്ധപ്പെട്ട ആ ഇടപാടുകൾക്കായി വില്ലേജ് ഓഫീസിൽ എത്തിയ ഡോറയുടെ സുഹൃത്താണ് ഈ വീടിൻ്റെ വസ്തു കൈമാറ്റം നടന്നിരിക്കുന്നതായി, അതായത് ഈ സ്ഥലം മറ്റൊരാളുടെ പേരിൽ എഴുതി നൽകിയിരിക്കുന്നതായി ഓഫീസിൽ നിന്ന് അറിയുകയും പിന്നീട് കഴിഞ്ഞ ജനുവരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ പോലീസിന് പരാതി കൈമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന കാര്യം പോലീസിനെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെയാണ് അർബുദ രോഗിയായ വസന്ത എന്ന സ്ത്രീ ഉൾപ്പെടെ 2 പേർ ആദ്യം അറസ്റ്റിലാകുന്നത്. അവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് ഈ വ്യാജ പ്രമാണം ഉണ്ടാക്കി നൽകിയത് അനന്തപുരി മണികണ്ഠനാണെന്ന സൂചന പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് അനന്തപുരി മണികണ്ഠൻ്റെ കരമനയിലെ ഓഫീസിലടക്കം പോലീസ് വിശദമായ പരിശോധന നടത്തുകയായിരുന്നു. അതിനുശേഷം മണികണ്ഠൻ അറസ്റ്റിലാകും എന്ന ഒരു ഘട്ടം എത്തിയതോടെ മുൻകൂർ ജാമ്യത്തിന് അയാൾ കോടതിയെ സമീപിച്ചു. കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് അദ്ദേഹം കടന്നത്. പിന്നീട് ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുകയാണെന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഇവിടെ നിന്ന് ബംഗളൂരുവിൽ എത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ഇന്ന് അനന്തപുരി മണികണ്ഠൻ പുലർച്ചെയോടെ പിടിയിലായിരിക്കുന്നത്. തലസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന DCC അംഗമായിരുന്നു അനന്തപുരി മണികണ്ഠൻ. ഈ പോലീസ് നടപടിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ നിന്ന് മണികണ്ഠനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മണികണ്ഠന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധന നടത്തുന്നതിനൊപ്പം ഏതെങ്കിലും തരത്തിൽ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ വഴിവിട്ട സഹായങ്ങളിലേക്കും പോലീസിന്റെ അന്വേഷണം നീങ്ങുകയാണ്. എന്തായാലും കോൺഗ്രസിൽ നിന്നും അനന്തപുരി മണികണ്ഠനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്.